സെക്കൻഡറി സ്കൂൾ അതിനായിരങ്ങൾ കരുവിന്റെ അക്ഷര വെളിച്ചം പകർന്നു നൽകി വിജ്ഞാനഗേഹം ഒരു നാടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ മാത്രമല്ല സാംസ്കാരിക സാമൂഹിക രംഗത്ത് എഴുത്തറിവിന്റെ 75 വർഷങ്ങൾ പിന്നിടുന്ന വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീരമായ തുടക്കം. വ്യാഴാഴ്ച രാവിലെ നഗരസഭ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്രയിൽ ജനപ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ അണിനിരന്നു. ടൗൺ ചുറ്റി സ്കൂളിൽ സമാപിച്ച ജാഥ ആഘോഷങ്ങളുടെ വരവറിയിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ മന്ത്രിമാരും പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്ന വിപുലമായ പരിപാടികളാണ് സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന വാർഷിക സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷത വഹിക്കും. കവി മുരുകൻ കാട്ടാക്കട മുഖ്യാതിഥിയായിരിക്കും. രാത്രി അതുൽ നരുകരയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും അരങ്ങേറും. ശനിയാഴ്ച നടക്കുന്ന ഗുരുവന്ദനം പരിപാടി ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സമ്മേളനം PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ KT ജലീൽ MLA, കവി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ വിവിധ ചടങ്ങുകളിൽ സംബന്ധിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ വളാഞ്ചേരിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മയായി മാറാനൊരുങ്ങുകയാണ്. ഗാനമേള, ഗസൽ സന്ധ്യ, നൃത്തനാടകം തുടങ്ങി വിപുലമായ കലാപരിപാടികളോടെ ശനിയാഴ്ച രാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ? പക്ഷെ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട. ബെയ്മെന്റ് ഇവിടെയുണ്ട്. ഇനി റെഡി ക്യാഷ് വേണ്ട, പലിശയും വേണ്ട. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ബെയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല. നിങ്ങളുടെ EMI ബിൽ പലിശ രഹിതമാക്കാൻ ഞങ്ങളുണ്ട്. ഇനിയും എന്തിന് കാത്തിരിക്കണം? നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ ബെയ്മെന്റിലൂടെ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾ അറിയാനും EMI പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ.